ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയതും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, പിള്ളേർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് രാവിലെ ലഞ്ച് ബോക്സ് റെഡിയാക്കണമെങ്കിൽ അതിന് വളരെ എളുപ്പമെന്ന് വെച്ചാൽ അത്ര എളുപ്പമാണ്, ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. തമിഴ്നാട്ടിൽ ഇതിനെ പരിപ്പ് സാദം എന്നാണ് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് ഡിഷ് ഒന്നും നിർബന്ധമില്ല. ഇപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ചമ്പ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ വൈറ്റ് റൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് കുറച്ച് കളർഫുൾ ആയിരിക്കും, പക്ഷേ ഇത് ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് പരിപ്പ്, സാമ്പാർ പരിപ്പ് തന്നെയാണ് ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ 10 to 15 മിനിറ്റ്സ് ഒന്ന് കുതിരാനിടണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു കുക്കർ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് നല്ലെണ്ണയുടെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. സോ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ഒരു ചെറിയ സ്പൂൺ കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, പെപ്പർ എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇതിലോട്ട് നമുക്കൊരു 10-20 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് കമ്പൽസറി ഇടണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതോടൊപ്പം 2 വലിയ പൂണ്ടെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അതിൻ്റെ അല്ലിയില്ലേ, അല്ല 2 വലുത് വേണം കേട്ടോ വെളുത്തുള്ളി. അതോടൊപ്പം ഒരു 5-6 പച്ചമുളക്. ഇതിന് എരിവിന് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് തന്നെയാണ്. പിന്നെ കളറിന് വേണമെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ചേർക്കാം. ഇപ്പോൾ ഇതിന് പുളിപ്പിനായിട്ട് 4 തക്കാളി ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത്. അത് വെന്ത് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്, കല്ലുപ്പ്. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് റെഡ് ചില്ലി പൗഡർ, ഇത് അത്യാവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കായപ്പൊടി, അത് കമ്പൽസറിയാണ്. കായം കുറച്ച് കൂടിയാലും നന്നായിട്ടിരിക്കും, കാരണം നമ്മളിനി അരിയും പരിപ്പും ഒക്കെ ചേർക്കുമല്ലോ, അപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും. പിന്നെ കട്ടിക്കായം വേണമെങ്കിൽ അത് ചേർക്കാം, പൊടി ഇല്ലെങ്കിൽ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം, അരിയും പരിപ്പും കൂടെ. പൊതുവേ നമ്മൾ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റൈസ് അല്ല, സാധാരണ ചോറ് വയ്ക്കുകയാണെങ്കിലും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അരി കുതിർത്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാവൂ എന്ന് ഞാനിപ്പോൾ റീസെൻ്റായിട്ടൊരു ഡോക്ടർ പറഞ്ഞൊരു വീഡിയോ കണ്ടു കേട്ടോ. അത് നല്ലതാണ്, എങ്കിൽ മാത്രമേ അരിയുടെ കറക്റ്റായ പോഷകങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന്. നമുക്കിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. അതായത് 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ 2 കപ്പ് അരി എടുത്തത് കാരണം ഞാൻ 5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ജോലി തീർന്നു, ഇത്ര തന്നെയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയം മാത്രമാണ്. നമുക്കിനി കുക്കറിൻ്റെ മൂടിയിട്ട് 1 വിസിൽ മതിയാവും. അപ്പോൾ 1 വിസിൽ വേണോ 2 വിസിൽ വേണോ എന്നുള്ളത് അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ക്വാളിറ്റിയായും അല്ലെങ്കിൽ അരിയുടെ ആ ക്വാളിറ്റിയൊക്കെ വെച്ചാണ്. ഞാനിവിടെ 1 വിസിൽ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പം എളുപ്പമാണ്, നമുക്കിത് മാത്രം മതി കേട്ടോ. കൊച്ചു പിള്ളേർക്ക് ഇതിൽ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി, വളരെ സന്തോഷത്തോടെ കഴിച്ചോളും. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു സൈഡ് ഡിഷൊക്കെ വയ്ക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ചോറ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വൈറ്റ് റൈസ് ആണെങ്കിൽ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഇതാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് തവിട് നീക്കം ചെയ്യാത്ത അരിയാണല്ലോ നമ്മുടെ ചമ്പ റൈസ്. സോ അത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ ഇതിലേക്ക് നല്ല തൈരല്ലല്ലോ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതായിട്ടൊന്ന് നെയ്യ് കൂടുതൽ കഴിക്കാം. ചില ആൾക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നെയ്യ് കൂടെ അത് ഫാറ്റാണ് അങ്ങനെയൊക്കെ. നെയ്യ് ഫാറ്റ് തന്നെയാണ്, പക്ഷേ അത് ഗുഡ് ഫാറ്റാണ്. സോ അത് ആവശ്യത്തിന് ഡെയിലി 1 സ്പൂൺ നെയ്യൊക്കെ കഴിക്കുന്നത് നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സോ ഇവിടെ ഞാൻ നെയ്യ് കുറച്ച് ധാരാളം എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പരിപ്പ് സാദ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സൈഡ് ഡിഷായിട്ടൊരു നല്ല തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തി നിങ്ങൾക്ക് ഏത് വേണം അരയ്ക്കാം. നമ്മുടെ കൊള്ള് ചമ്മന്തി, അതിനാണ് ഇവിടെ കാണൻ ചമ്മന്തി എന്ന് പറയാറുണ്ട്. അത് അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തി, അല്ലെങ്കിൽ പരിപ്പ് ചമ്മന്തി, പരിപ്പ് വറുത്തരച്ച്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ അടിപൊളി തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമല്ല, പച്ചമുളക്, പുളി, ഉള്ളി, ഉപ്പ്, ഇത്ര തന്നെയാണ്. എരിവിന് പച്ചമുളക്, ഉപ്പ്, പുളി,
കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം തേങ്ങയുടെ ഒപ്പം. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. ഇത് വെറും കഞ്ഞിക്ക് നന്നായിരിക്കും, നമ്മുടെ ഈ പരിപ്പ് സാദത്തിനും നന്നായിരിക്കും. അങ്ങനെ ചമ്മന്തി റെഡി. പിന്നെ പിള്ളേർക്ക് ഞാൻ ഓരോ മുട്ട ഓംലെറ്റ് കൂടെ ഇട്ട് കൊടുത്തു, പപ്പടം വറുത്ത് കൊടുത്തു. അപ്പോൾ ഇത്ര തന്നെയാണ് പരിപ്പ് സാദം. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റാണ്. നമുക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം, സൈഡ് ഡിഷ് എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും മറ്റു ദിവസങ്ങളിൽ ആവശ്യമായ ലഞ്ച് ബോക്സ് റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന്, സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഉപകാരമാവട്ടെ. അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉപകാരമാവും. ഇല്ല, സ്കൂളിൽ തന്നെ കൊടുത്തേക്കണമെന്ന് ആവശ്യമില്ലല്ലോ, നമുക്കും വീട്ടിലൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് അല്ലേ. എന്നും കുറേ വിഭവങ്ങളൊക്കെ ചെയ്തിട്ടൊന്ന് തളർന്നിരിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ ഒന്ന് ഒരു ലഞ്ച് റെഡി ചെയ്യാനൊക്കെ പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye for now.